ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, തിരിപ്പിറവിക്കായി ഒരുങ്ങാം. ഇന്ന് ഡിസംബർ മാസം 9-ാം തീയതിയാണല്ലോ. വിശുദ്ധ ഔസേപ്പിതാവിനെ ആഗോള സഭയുടെ മധ്യസ്ഥനായി പ്രഖ്യാപിച്ചതിന്റെ 150-ാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഇന്നലെ 2020 ഡിസംബർ മാസം 8 മുതൽ 2021 ഡിസംബർ മാസം 8 വരെ വിശുദ്ധ ഔസേപ്പിതാവിന്റെ വർഷമായി ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ചു. ഓരോ വിശ്വാസിയും വിശുദ്ധന്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് ദൈവേഷ്ടത്തിന്റെ പൂർത്തീകരണത്തിനായി ദിനം പ്രതി അവരുടെ വിശ്വാസ ജീവിതം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വിശുദ്ധ ഔസേപ്പിതാവിന്റെ വർഷം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഔസേപ്പിതാവിൽ ഒരു മധ്യസ്ഥനെയും സഹായിയെയും കഷ്ടതകൾ നിറഞ്ഞ സമയത്ത് നമ്മെ നയിക്കുന്ന ഒരു മാർഗദർശിയെയും നമുക്ക് ദർശിക്കാവുന്നതാണ്. പാട്രിസ് കോഡെ, പിതാവിന്റെ ഹൃദയത്തോടെ എന്ന പേരിട്ടിരിക്കുന്ന പാപ്പായുടെ അപ്പസ്തോലിക ലേഖനത്തിൽ പറയുന്നു, മഹാമാരിയുടേതായ നിലവിലെ സാഹചര്യത്തിൽ വിശുദ്ധ ഔസേപ്പിതാവിന്റെ വർഷാചരണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ദണ്ഡവിമോചനം പ്രായമായവർക്കും രോഗികൾക്കും വീട്ടിൽ നിന്നും പുറത്തു പോകുവാൻ കഴിയാത്തവർക്കും ലഭ്യമാണെന്ന് ഡിഗ്രിയിൽ പറയുന്നുണ്ട്. 1870 ഡിസംബർ മാസം 8-ാം തീയതിയാണ് പയസ് 9-ാം പാപ്പ വിശുദ്ധ ഔസേപ്പിതാവിനെ ആഗോള സഭയുടെ മധ്യസ്ഥനായി പ്രഖ്യാപിച്ചത്. വിശുദ്ധ ഔസേപ്പിതാവിനെ തിരുസഭയിൽ നൽകുന്ന ബഹുമാനത്തിനും വണക്കത്തിനും പ്രോട്ടോദൂലിയ എന്നാണ് ദൈവശാസ്ത്രത്തിൽ അറിയപ്പെടുക. അതായത് വിശുദ്ധരുടെ ഇടയിൽ ആദ്യം വണങ്ങപ്പെടേണ്ട വിശുദ്ധൻ എന്നാണ് ഇത് അർത്ഥമാക്കുക. വിശുദ്ധ ഔസേപ്പിതാവിന്റെ രൂപമോ ചിത്രമോ ഓരോ കുടുംബത്തിലും ഉണ്ടായിരിക്കുക, അതിന് കുടുംബത്തിൽ സവിശേഷമായ സ്ഥാനം നൽകുക, കുടുംബങ്ങളുടെ സംരക്ഷകനായ ഔസേപ്പിതാവിനോട് അനുദിനവും പ്രാർത്ഥിക്കുന്ന ശീലം വളർത്തിയെടുക്കുക. കുടുംബവും പിതൃത്വവും വളരെ വെല്ലുവിളി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഔസേപ്പിതാവിനെ പോലെ നല്ല അപ്പന്മാർ ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം അത്യാഗ്രഹം എന്ന തിന്മ മാറി മിതത്വം എന്ന പുണ്യം കിട്ടാൻ, ഗ്രീഡ് മാറി ചാരിറ്റി കിട്ടാൻ വേണ്ടി ഇന്നേ ദിവസം പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 20-ാം തിരുവചനം, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. സുഹൃദേവം, എൻ്റെ ഈശോയെ, എൻ്റെ സമസ്തവുമേ. ഈ സുഹൃദേവം ഇന്നേ ദിവസം നമുക്ക് കൂടെ ആവർത്തിക്കാം. എൻ്റെ ഈശോയെ, എൻ്റെ സമസ്തവുമേ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.